വാതിക്കൽ വന്ന് മുട്ടും, ആരെങ്കിലും സ്വരം കേട്ട് തുറന്നാൽ ഞാൻ അകത്തേക്ക് പ്രവേശിക്കും. നമ്മുടെ അനുവാദം കൂടാതെ ഒരിക്കലും കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്താൽ മാത്രമേ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരികയുള്ളൂ. ഒരു ഭവനത്തിന് അനേകം വാതിലുകളുണ്ട്. ഹൃദയമാകുന്ന വാതിലിലാണ് കർത്താവ് മുട്ടുന്നെങ്കിൽ ബാക്കിയുള്ള അനേകം വാതിലുകൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ തുറന്നിട്ടിരിക്കും. ആ വാതിലിൽ കൂടിയാണ് കള്ളൻ പ്രവേശിക്കുന്നത്. അത് ചിലപ്പോൾ നുണയുടെ വാതിലായിരിക്കാം, അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ വാതിലായിരിക്കാം, അല്ലെങ്കിൽ പരദൂഷണത്തിൻ്റെ വാതിലായിരിക്കാം, അല്ലെങ്കിൽ ഞാനെന്ന ഭാവത്തിൻ്റെ വാതിലായിരിക്കാം. ഈ നോമ്പ് കാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഈ അറിയാതെ തുറന്നു കിടക്കുന്ന വാതിലുകളെ മനഃപൂർവ്വമായി നമ്മൾ അടച്ചിടാൻ ശ്രമിക്കണം. കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണം.